പിഒകെയിൽ ഒരു എയർപോർട്ട് നിർമ്മിക്കാനായിട്ട് പ്ലാൻ ഇടുന്നു. അത് ബ്രിട്ടീഷ് മുസ്ലിം എംപിമാരുടെ നേതൃത്വത്തിലാണെന്നും കേൾക്കുന്നു. വിശദ വിവരങ്ങൾ എന്താ സാർ? പാക് അധിനിവേശ കശ്മീർ POK, അതായത് 1948 നമ്മുടെ സ്ഥലം പിടിച്ചെടുത്തതാണ് ഈ പാക് അധിനിവേശ കശ്മീർ എന്ന് പറയുന്നത്. അവിടെ ഒരു രാജ്യാന്തര വിമാനത്താവളം പണിയണം എന്ന് ബ്രിട്ടനിലെ മുസ്ലിം എംപിമാരുടെ നേതൃത്വത്തിൽ ഒരു പദ്ധതി തയ്യാറാക്കിക്കൊണ്ട് വരികയാണ്. അവർ തന്നെ ഇത് എക്സിൽ അവരുടെ പോസ്റ്റുകളായി തന്നെ വന്നിട്ടുണ്ട് ഈ വിവരം. അവിടെ മിർപൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ആണ് രാജ്യാന്തര വിമാനത്താവളം പണിയേണ്ടതെന്നും അവർ പറഞ്ഞിട്ടുണ്ട്. ഈ മിർപൂർ എന്ന് കണ്ടപ്പോൾ തന്നെ എനിക്ക് സത്യത്തിൽ ഞെട്ടലാണ് ഉണ്ടായത്. മുമ്പ് POKയുടെ ചർച്ച വരുമ്പോഴും ഒക്കെ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്, ഈ 1948 പാകിസ്ഥാൻ ഇന്ത്യയെ ആക്രമിക്കുന്നുണ്ടല്ലോ, ഇടയ്ക്കുള്ള ഗോത്രവർഗത്തിനെ, പാകിസ്ഥാനും കശ്മീരിനും ഇടയ്ക്കുള്ള ഗോത്രവർഗത്തിനെ ഉപയോഗപ്പെടുത്തിയിട്ട് അവരുടെ ഇടയ്ക്ക് ISIയുടെ ആളുകൾ പേരൊക്കെ മാറ്റി കൂടെ ചേർന്നിട്ട് അവരുടെ ഒരു സൈന്യമാണ് ഇന്ത്യയിലേക്ക്, കശ്മീരിലേക്ക് അന്ന് കടന്നു വരുന്നത്. അങ്ങനെ കടന്നു വരുമ്പോൾ അവർ ആദ്യം എത്തിയ സ്ഥലങ്ങളിലൊന്നാണ് ഈ മിർപൂർ, ഇപ്പോൾ POKയിലുള്ള സ്ഥലം. ആ മിർപൂരിൽ ഉണ്ടായിരുന്ന ഭൂരിപക്ഷം ഹിന്ദുക്കളും അവിടുന്ന് പലായനം ചെയ്തു. എന്നിട്ട് അവസാനം 18,000 പേര് മാത്രമായിട്ട് അവശേഷിച്ചു. ഈ കാര്യം ഒരു വലിയ കൂട്ടക്കൊലകളൊക്കെ നടന്നു അവിടെ, ഹിന്ദു വംശഹത്യകൾ എന്നൊക്കെ പറയുന്ന മിർപൂർ. പിന്നെ അതൊക്കെ ഇപ്പോൾ POKയിലാണ്, നമ്മുടെ കശ്മീരിൻ്റെ ഭാഗമായിരുന്നു ഈ മിർപൂർ എന്ന് പറയുന്ന സ്ഥലമൊക്കെ. അവിടുത്തെ ജയിലിൽ അന്ന് ജയിലിൻ്റെ പുറത്ത് പ്രക്ഷോഭമൊക്കെ ഉണ്ടാവുകയൊക്കെ ചെയ്തിരുന്നു. ഹരിസിംഗ് ആണ് ഭരിച്ചുകൊണ്ടിരുന്നത്. മുസ്ലിങ്ങളുടെ നേതൃത്വത്തിൽ അവിടെ പ്രക്ഷോഭവും ജയിലിൽ അടച്ച അവരുടെ ഒരു ആളിനെ വിട്ടയക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു പ്രക്ഷോഭമൊക്കെ നടക്കുകയൊക്കെ ചെയ്തിരുന്നു ഈ മിർപൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത്. അവിടെയാണ് എന്ന് പറഞ്ഞാൽ ഇന്ത്യക്കെതിരായ ആക്രമണം 1948 ആക്രമണത്തിൻ്റെ കേന്ദ്ര സ്ഥാനത്തായിരിക്കണം ഈ രാജ്യാന്തര വിമാനത്താവളം എന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ മാർച്ച് 26 കഴിഞ്ഞ ദിവസം 26-ാം തീയതി ബ്രിട്ടീഷ് MP-മാർ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിന് ഈ ആവശ്യം ഉന്നയിച്ചൊരു കത്ത് കൊടുത്തിട്ടുണ്ട്. അത് താഹിർ അലി MP, ബ്രിട്ടീഷ് MP എക്സിൽ ആ കത്ത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ എക്സിൽ പോസ്റ്റിൽ തന്നെ ഈ വിവരങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം POKയിലെ മിർപൂരിലായിരിക്കണം ഇത്. മുമ്പ് പല പ്രധാനമന്ത്രിമാരും ഇത് വാഗ്ദാനം ചെയ്തിട്ട് പിന്നോട്ട് പോയതാണ്, അത് നടന്നില്ല. അത് നടപ്പാക്കിയാൽ ഒരുപാട് സാമ്പത്തിക ഗുണം പാകിസ്ഥാൻ ഉണ്ടാവും എന്ന് ഇതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഈ പറയുന്ന POKയിലെ മിർപൂരിൽ നിന്ന് 130 കിലോമീറ്റർ അകലെയാണ് ഇസ്ലാമാബാദ്. അപ്പോൾ ഈ മിർപൂരിലൊക്കെ വീടുള്ള ചില ആളുകൾ കാണുമല്ലോ. അപ്പോൾ ഈ ബ്രിട്ടീഷ് MP-മാർ പറയുകയാണ്, അവർ ഇസ്ലാമാബാദിൽ വിമാനം ഇറങ്ങിയാൽ 9 മണിക്കൂർ കാർ യാത്രയുണ്ട് ഇപ്പോൾ, അത് ഒഴിവാക്കാൻ കഴിയും. അപ്പോൾ അവർക്കുള്ള താല്പര്യങ്ങളുണ്ടല്ലോ POKയിൽ, അതൊക്കെ അവിടെ ഒരു വിമാനത്താവളം വന്നാൽ നടന്നോളും എന്നുള്ളതാണ്. ഇസ്ലാമാബാദിൽ ഇറങ്ങിയ ശേഷം 9 മണിക്കൂർ കാർ യാത്ര, വല്ലാത്ത ക്ഷീണം അപ്പം അനുഭവപ്പെടാറുണ്ട് അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ക്ഷീണം ഒഴിവാക്കി കൊടുക്കേണ്ടതല്ലേ പാകിസ്ഥാൻ. മുഹമ്മദ് യാസിൻ MP ബ്രിട്ടനിൽ, മുഹമ്മദ് യാസിൻ എന്ന് പറഞ്ഞ MP ഇതേ ആവശ്യം പറഞ്ഞിട്ട് പത്രസമ്മേളനം നടത്തി. 20 MP-മാർ കത്തിലൊപ്പിട്ടിട്ടുണ്ട് ഷെരീഫിനുള്ള. നമ്മളവിടുത്തെ എങ്ങനെ MP-മാർ, മുസ്ലിം MP-മാർ ബ്രിട്ടനിൽ ഉണ്ടാകുന്നു എന്നൊരു ചർച്ചയും നടത്തിയിരുന്നു, ഒരു ദിവസം നടത്തിയിരുന്നു. 10 ലക്ഷത്തിലധികം ബ്രിട്ടീഷ് കശ്മീരികൾ ബ്രിട്ടനിലുണ്ട് എന്ന് ഈ കത്തിൽ പറഞ്ഞിട്ടുണ്ട്. 10 ലക്ഷത്തിലധികം ബ്രിട്ടീഷ് കശ്മീരികൾ UK-യിലുണ്ട് എന്ന് പറഞ്ഞാൽ പൗരന്മാരായിട്ടൊക്കെ ഉണ്ടാവാം. കശ്മീരിൽ നിന്ന് പോയ ആളുകൾ 10 ലക്ഷം പേരുണ്ട്. അപ്പോൾ ഇവർക്കൊക്കെ യാത്ര ചെയ്യേണ്ടതാണ്.
ഒരുപാട് ഗുണമുണ്ടാവും, തൊഴിൽ അവസരങ്ങൾ ഉണ്ടാവും, ധാരാളം നിക്ഷേപങ്ങൾ വരും എന്നൊക്കെ കത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഒരു വിമാനത്താവളം വരുമ്പോൾ ഒരുപാട് കാര്യം പറയണ്ടേ, ഗുണം ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട്. ഗ്വാദറിലൊരു വിമാനത്താവളം ചൈന പണിത് കൊടുത്തില്ലേ, അവിടെ ഒരു വിമാനവും ഇല്ല, യാത്രക്കാരും ഇല്ല. എന്തെങ്കിലും ബലൂചിസ്ഥാൻകാരെ ശരിപ്പെടുത്തി കളയും. അതുപോലെയാവും POK വന്നാലെന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ സമീപ സ്ഥലങ്ങൾക്കും ഗുണമുണ്ടാവും. ഈ കത്തിൽ പറഞ്ഞിട്ടുണ്ട് ജലം, ധിന, ഗുജറാത്ത്. ഇവിടെ നമ്മുടെ ഗുജറാത്ത് അല്ല, അവിടുത്തെ ഗുജറാത്ത്. ഈ സ്ഥലത്തുള്ളവർക്കൊക്കെ ഗുണമുണ്ടാവും, അടുത്തുള്ള സ്ഥലങ്ങൾ. ഈ ഒപ്പിട്ടവരുടെ പേര് വായിക്കാം. ചില ബ്രിട്ടീഷുകാരുണ്ട്, അത് പാകിസ്ഥാൻ ലോബിയിസ്റ്റുകളായിരിക്കും. മുഹമ്മദ് യാസിൻ, ഡെബി അബ്രഹാംസ്, സുബൈർ അഹമ്മദ്, താഹിർ അലി, റൊസീന അലിൻ ഖാൻ, സ്റ്റെല്ല ക്രീസി, തൻദേശി. ആ പേര് ശ്രദ്ധിക്കണം, ആരാന്ന് പറയാം. ജെയിംസ് ഫ്രിത്ത്, ഗിൽ ഫർണിസ്, അഡ്നാൻ ഹുസൈൻ, ഇമ്രാൻ ഹുസൈൻ, ലോർഡ് ഖുർബൻ ഹുസൈൻ, അഫ്സൽ ഖാൻ, അബ്നിസം മുഹമ്മദ്, ലോർഡ് മുഹമ്മദ് ഓഫ് ടിൻസ്ലി, മുഹമ്മദ് പ്രഭു, ആൻഡ്രൂ പെയ്ക്സ്, യാസ്മിൻ ഖുറേഷി, നസ് ഷാ, ബാഗി ശങ്കർ, സാറ സുൽത്താന. ഇത്രയും വരാം. ഇതിൽ ഈ തൻദേശി എന്ന് പറഞ്ഞ ആളില്ലേ, മഞ്ജീത് സിംഗ് എന്നാണ് മുഴുവൻ പേര്. മഞ്ജീത് സിംഗ് ദേശി. അയാൾ സിഖ് MP, ബ്രിട്ടനിലെ ഖലിസ്ഥാനിയ. അപ്പം അയാൾ ഇതിൻ്റെ കൂടെ നിൽക്കുമല്ലോ, സ്വാഭാവികം. അയാൾ പറയുന്നുണ്ട്, സ്ലോ പോലെ ബ്രിട്ടീഷ് കശ്മീരികൾക്ക് ഗുണമുണ്ടാകുന്ന സ്ഥലമാണിത്. വിനോദസഞ്ചാരികൾ ധാരാളം വരും POK ഇത് വന്നാൽ. അയാൾ ഖലിസ്ഥാൻകാരനാണ്. പിന്നെ കഴിഞ്ഞ കൊല്ലം മാർച്ചിൽ അമിത്ഷാ മറ്റേ ടേബിൾ ചെയ്തിരുന്നല്ലോ, നമ്മുടെ കശ്മീരിലെ തെരഞ്ഞെടുപ്പ് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട്, മണ്ഡല പുനർനിർണയം കശ്മീരിൻ്റെ, അതിൻ്റെ ബില്ല് ടേബിൾ ചെയ്തപ്പോൾ പറഞ്ഞിരുന്നാണ് അവിടെയുള്ളവരും ഇന്ത്യക്കാർ തന്നെ, മുസ്ലിങ്ങളായാലും ഹിന്ദുക്കളായാലും അവിടെയുള്ളവർ ഹിന്ദുക്കൾ തന്നെ. 2024 മെയ്യിൽ ജയശങ്കർ പറഞ്ഞിരുന്നു, വിദേശകാര്യമന്ത്രി, ഒരാളുടെ പാളിച്ച കാരണമാണ് ഇതുണ്ടായത്. നെഹ്റുവിനെയാണ് ഉദ്ദേശിച്ചത്. അതുകൊണ്ട് റിക്ലെയിം ചെയ്യുക, POK വീണ്ടെടുക്കുക എന്നുള്ളത് നമ്മുടെ ലക്ഷ്യമാണ്. പാകിസ്ഥാനോ വേറെ ഏതെങ്കിലും ഒരു അയൽ രാജ്യത്തിനോ POK അവകാശമില്ല. ചൈനയും പാകിസ്ഥാനുമായിട്ടുള്ള സൗഹൃദം പഴയതാണ്. നിങ്ങൾ അധിനിവേശക്കാരാണ്, നിങ്ങളവിടെ കെട്ടിടങ്ങളൊക്കെ പണിയുന്നുണ്ടാവും, പക്ഷേ ആ സ്ഥലത്തിൻ്റെ ഉടമാവകാശം എൻ്റേതാണ്. ജയശങ്കർ പറഞ്ഞു, നിങ്ങളവിടെ കെട്ടിടം പണിയുന്നുണ്ടല്ലോ, എൻ്റെ സ്ഥലമാണ്, ഉടമസ്ഥാവകാശം എൻ്റേതാണ് എന്ന് പറഞ്ഞു. ഇത്തരം ബോൾഡ് സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ നടത്തിയിട്ടുള്ള ആദ്യത്തെ വിദേശകാര്യമന്ത്രിയാണ് ജയശങ്കർ. എപ്പോഴും പറയാറുണ്ട് ഈ വക കാര്യങ്ങൾ. സത്യത്തിൽ ഈ POK എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ സ്ഥലമാണെന്ന് തന്നെയാണ് നമ്മൾ എപ്പോഴും അവകാശവാദം ഉന്നയിക്കുന്നത്. ആണല്ലോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന ബലൂചിസ്ഥാൻ വിഘടിച്ചു പോവുകയും അതുപോലെ തന്നെ ഖൈബർ പഖ്തൂൺഖ മേഖലയിലെ പ്രശ്നമൊക്കെ ഉണ്ടാകുകയും ചെയ്യുമ്പോൾ എപ്പോൾ വേണമെങ്കിലും ഇന്ത്യ അവിടെ അത് ഏറ്റെടുക്കാം. അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ഒരു എയർപോർട്ട് നിർമ്മിക്കാനൊക്കെ ഇവർക്ക് പ്ലാൻ ചെയ്യാൻ എങ്ങനെ ഒരു ധൈര്യം വരിക? ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാകിസ്ഥാനിൽ ഇപ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ ഇപ്പോൾ വേറെ സ്ഥലത്തൊക്കെ ശ്രദ്ധിക്കാനൊക്കെ ഉണ്ട്. നമ്മൾ ഈ POK എടുക്കാനായിട്ട് പുറപ്പെട്ടു കഴിഞ്ഞാൽ പാകിസ്ഥാനൊന്നും ചെയ്യാനില്ല. ഇപ്പൊ ചൈന ഇടപെടുവോ? നമ്മുടെ സ്ഥലമില്ലേ ഇത്? അനധികൃതമായിട്ട് പിടിച്ചടക്കിയതാണ്. നെഹ്റു ഏകപക്ഷീയമായിട്ട് വെടിനിർത്തൽ പ്രഖ്യാപിച്ചതാണെന്ന്. എന്നിട്ട് ബ്രിട്ടൻ ഒരു താല്പര്യം ഉണ്ടായിരുന്നു കശ്മീർ കയ്യിൽ വെക്കണമെന്ന്. അന്ന് നമ്മുടെ പട്ടാള മേധാവി, നമ്മുടെ ഗവർണർ ജനറൽ മൗണ്ട് ബാറ്റൻ, അന്ന് സ്വാതന്ത്ര്യത്തിന് ശേഷവും അയാള് ഇവിടെ ഗവർണർ ജനറൽ ആയിരുന്നല്ലോ. അതെ. നമ്മുടെ സേനാ മേധാവി, പട്ടാള മേധാവി ബ്രിട്ടീഷുകാരനാണ്. ഈ കശ്മീര് ഈ ഹരിസിംഗ് പോയി കഴിഞ്ഞിട്ട് കയ്യിൽ വെക്കണം എന്നൊരു താല്പര്യം ബ്രിട്ടന് ഉണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ആണ് ഈ പ്രശ്നം വേണമെങ്കിൽ ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചത്. ഹരിസിംഗ് ഈ പാകിസ്ഥാൻ അവിടെ ആക്രമണം നടത്തിയപ്പോഴാണ് ഇൻസ്ട്രുമെന്റ് ഓഫ് സക്സഷൻ ഒപ്പിടുന്നത്, ഇന്ത്യയിൽ ചേരുന്നത്.
ഹരിസിംഗിന്റെ മകനാണ് കരൺ സിംഗ്, കോൺഗ്രസ്സുകാരനൊക്കെ ആയിരുന്ന മന്ത്രിയൊക്കെ ആയിരുന്നത്. അപ്പോൾ ഹരിസിംഗ് ആ സമയത്ത് നിവൃത്തിയില്ലാതെയാണ് ഒപ്പിടുന്നത്. നമ്മൾ രാഖി രാമായണമാണ് സേന അയക്കുന്നത്, ഒറ്റ ദിവസം കൊണ്ട് ആണ്. തലേന്ന് വി പി മേനോൻ പോകുന്നു, വി പി മേനോൻ്റെ വിമാനം വൈകി, പിന്നെ അടുത്ത ദിവസമാണ് മേനോൻ പോകുന്നത്, കാണുന്നത്, പിന്നെ ഇൻസ്ട്രുമെൻ്റ് ഓഫ് സക്സഷനിൽ ഒപ്പിടിക്കുന്നതൊക്കെ ഹരിസിംഗ് ഇങ്ങനെ കൊണ്ട്. അത് ഒക്ടോബറിലാണ്. അപ്പോൾ അതുകൊണ്ട് അത് കഴിഞ്ഞ് പാകിസ്ഥാൻ ആക്രമണത്തിന് വരുന്നു. ഇത് ബ്രിട്ടൻ എന്ത് ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് UN ഇടപെടട്ടെ എന്ന് പറയുന്നു. അപ്പോൾ ഇതൊരു രാജ്യാന്തര പ്രശ്നമാവുകയാണ് കശ്മീർ. നമുക്ക് പിടിച്ചടക്കി തീർക്കാവുന്ന ഒരു കാര്യം. പാകിസ്ഥാൻ സേന വന്നിട്ട് നമ്മുടെ സ്ഥലം പിടിച്ചുകൊണ്ട് പോകുന്നു. അത് അവിടെ വെച്ച് വെടിനിർത്തൽ അല്ലേ? നെഹ്റുവിന് താല്പര്യം എന്താണെന്ന് വെച്ചാൽ നെഹ്റുവിൻ ജനിച്ച സ്ഥലമാണല്ലോ കാശ്മീർ. അതെ. അപ്പോൾ അത് ഇന്ത്യയിലായിരിക്കണം എന്ന് നെഹ്റുവിന് താല്പര്യമുണ്ട്. അതോടൊപ്പം കശ്മീർ സത്യത്തിൽ പാകിസ്ഥാനോട് അടുത്ത് കിടക്കുന്ന സ്ഥലമാണല്ലോ. ഹാജിപീർ ചുരം അതും പാകിസ്ഥാൻ പിടിച്ചടക്കി. ശരിക്കും മറ്റേ ഹാജിപീർ ചുരം നമ്മുടെ കയ്യിലുണ്ടായിരുന്നെങ്കിൽ പാകിസ്ഥാൻ കുറച്ചുകൂടി നമ്മളോട് അടുത്ത് കിടക്കുമായിരുന്നു. പാകിസ്ഥാന് ചൈനയുടെ അതിർത്തി ഉണ്ടായിരുന്നില്ല. ഇതൊക്കെ നമ്മുടെ കയ്യിലാണെങ്കിൽ POK ഹാജിപീർ ചുരം. ഇപ്പോൾ അവർക്ക് ചൈന അതിർത്തിയുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്തു എന്ന് വെച്ചാൽ അവർ ഏതാണ്ട് 5000 ചതുരശ്ര കിലോമീറ്റർ നമ്മുടെ സ്ഥലം POKയിലെ ചൈനയ്ക്ക് പാട്ടത്തിന് കൊടുത്തിട്ടുണ്ട്. ആ അഫ്ഗാനിസ്ഥാനിലെ കോറിഡോറിനോടൊക്കെ അടുത്ത് കിടക്കുന്ന. ഇനി ഗിൽജിത്ത് ബാൾട്ടിസ്ഥാൻ അല്ലേ, അതും പാട്ടത്തിന് കൊടുക്കാൻ പോകുന്നു. 50 വർഷത്തെ പാട്ടത്തിന് കൊടുക്കാൻ പോകുന്നു എന്നൊരു ചർച്ച നമ്മൾ ചർച്ച ചെയ്തിരുന്നതാണ്. ഇത് സാധാരണ ഇവിടുത്തെ പത്രങ്ങളിലൊന്നും വരുന്നില്ലല്ലോ. എന്നിട്ടാണ് ഇപ്പൊ ഇങ്ങനെ ഒരു നീക്കം. രാജ്യാന്തര വിമാനത്താവളം എന്ന് പറയുമ്പോൾ വലിയ ഭീഷണിയായിപ്പോയി. അവിടെ ഒരു വിമാനത്താവളം വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അങ്ങനെ ഒരു സ്ഥലത്ത് ഒരു വിമാനത്താവളം എന്ന് പറയുമ്പോൾ ഒരു സൈനിക താവളം കൂടിയാണല്ലോ. അതെ. വിമാനത്തിനൊക്കെ പോയി ഇറങ്ങാവുന്നതും ഭടന്മാരെ കൊണ്ട് ഇറക്കാവുന്നതും ഒക്കെ ആയിട്ടുള്ളൊരു സംഭവമാണല്ലോ. ഇങ്ങനെ ബ്രിട്ടനിലെ ആളുകൾ മുസ്ലിം MP ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പുറകിൽ ബ്രിട്ടനേക്കാൾ കൂടുതൽ ഇവരെ ഇറക്കിയിരിക്കുന്നത് ചൈനയായിരിക്കും. അക്കാര്യത്തിൽ സംശയമൊന്നുമില്ല. അപ്പം ഇന്ത്യ വലിയ ജാഗ്രത പുലർത്തേണ്ട ഒരു നീക്കമാണ് ഈ നടക്കുന്നത്. ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട്, POK നമ്മുടേതാകണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇതിനെ അധികം വെച്ച് താമസിപ്പിച്ചിട്ട് കാര്യമില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.